ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. ആദ്യമായി പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കിയാലോ. പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദ ടൈപ്സ് ഓഫ് വേർഡ്സ് വി യൂസ് ടു മേക്ക് സെൻറ്റൻസസ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഇനങ്ങളെയാണ്, വാക്കുകളുടെ വിഭാഗത്തെയാണ് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാറുള്ളത്. അതായത് ഒരു സെൻറ്റൻസിൽ ഓരോ വാക്കുകളും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെൻറ്റൻസുകൾ രൂപീകരിക്കുന്നത് എങ്ങനെയാ? ഒരു കൂട്ടം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ വാക്കുകൾക്ക് ഓരോന്നിനും അതിൻ്റേതായ ജോലികളുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഫങ്ഷൻസ്, ഓരോ വാക്കുകൾക്കും ഓരോ വേർഡിനും ഓരോ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഫങ്ഷൻസ്, അത് ചെയ്യുന്ന ഫങ്ഷൻ എന്താണോ, അത് ചെയ്യുന്ന ജോലി എന്താണോ, അതിനനുസരിച്ച് ഈ വാക്കുകളെ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായും 8 തരത്തിലാണ് നമ്മൾ ഈ വാക്കുകളെ തരംതിരിച്ചിരിക്കുന്നത്. അതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നമ്മൾ പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ടുള്ള വാക്കുകളെ അത് ചെയ്യുന്ന ജോലിക്കനുസൃതമായിട്ട് തരംതിരിച്ചിരിക്കുന്നതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിനെ ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഓഫീസിനെ കൊണ്ടുവരിക. ഒരു ഓഫീസ് എന്ന് പറയുമ്പോൾ അവിടെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒന്നാമതായിട്ട് അവിടെ ഒരു മേലുദ്യോഗസ്ഥനുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കീഴുദ്യോഗസ്ഥരുണ്ടാവും. ഇവർ ഓരോരുത്തർക്കും അവരവരുടേതായ പദവിയും കർത്തവ്യങ്ങളും ഉണ്ടാവും, ഇല്ലേ? ഇതിൽ ഒരാൾ അയാളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കാതെ ഇരുന്നാൽ എന്താണ് സംഭവിക്കുക? ഓഫീസിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കാതെ വരും. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വാക്കുകൾ അഥവാ വേർഡ്സ് ആണ് സെൻറ്റൻസിനെ നിർമ്മിക്കുന്നതെന്ന്. ഒരു ഓഫീസിലെ ജീവനക്കാർ എങ്ങനെയാണോ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ട് ഓഫീസിൻ്റെ പ്രവർത്തനത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ ഒരു സെൻറ്റൻസിനെ അർത്ഥപൂർണമാക്കുന്നതിന് വേർഡ്സിന് പല പദവികൾ കൊടുത്ത് തരംതിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി ഒരു വ്യക്തത വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ച് 8 ഉണ്ടെന്ന് പറഞ്ഞു. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. ഇങ്ങനെ 8 നൗൺ എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. സ്ഥലം, വ്യക്തികൾ, വസ്തുക്കൾ, ആശയങ്ങൾ, ഇതിൻ്റെ എല്ലാം, ഏത് വസ്തുവിൻ്റെ ആണെങ്കിലും എന്ത് കാര്യത്തിൻ്റെ ആണെങ്കിലും പേരുകളെ നമ്മൾ എന്ത് പറയും? നൗൺ എന്ന് വിളിക്കുന്നു. അടുത്തത് പ്രോനൗൺ. റീപ്ലേസസ് എ നൗൺ. നൗണിന് പകരമായി ഉപയോഗിക്കുന്നത് ആണ് പ്രോനൗൺ എന്ന് പറയുന്നത്. വെർബ് ഷോസ് ആക്ഷൻ ഓർ സ്റ്റേറ്റ്. ഒരു പ്രവൃത്തിയെയോ അവസ്ഥയെയോ കുറിക്കുന്ന വാക്കുകളെയാണ് വെർബ് എന്ന് വിളിക്കുന്നത്. അഡ്ജക്റ്റീവ് ഡെസ്ക്രൈബ്സ് എ നൗൺ. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെയാണ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അഡ്വേർബ് ഡിസ്ക്രൈബ്സ് എ വെർബ്, അഡ്ജക്റ്റീവ് ഓർ അനദർ അഡ്വേർബ്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെ, നാമവിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത്, അതുമല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെ, മറ്റൊരു ക്രിയാവിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ അഡ്ജക്റ്റീവിനെ അല്ലെങ്കിൽ മറ്റൊരു അഡ്വേർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളെ നമ്മൾ അഡ്വേർബ് എന്ന് വിളിക്കുന്നു. പ്രിപ്പോസിഷൻ ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ്.
പ്രിപ്പോസിഷൻ എന്നാൽ വാക്കുകൾ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് പ്രിപ്പോസിഷൻ. കൺജങ്ഷൻ ജോയിൻസ് വേർഡ്സ് ഓർ സെൻറ്റൻസസ്. വാക്കുകളെയും സെൻറ്റൻസുകളെയും, വേർഡ്സിനെയും സെൻറ്റൻസിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നവയാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർജെക്ഷൻ ഷോസ് സ്ട്രോങ് ഫീലിങ്സ്, നമ്മുടെ ശക്തമായ ഫീലിങ്സിനെ കാണിക്കുന്ന വാക്കുകളെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് പാർട്സ് ഓഫ് സ്പീച്ച്. 8 എണ്ണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് പ്രധാനമായിട്ടും. അവയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ അവയെ ഓരോന്നിനെ പറ്റിയും വിശദീകരിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും താങ്ക് യു.